3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം, അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം, വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫുസ് സാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരൂ. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് ഫത്വ കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട്? ഈ രോഗം പകരരുത് എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട്? ഈ രോഗം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ പുത്തൻവാദം വന്നപ്പോ ആദ്യകാലത്ത് പറഞ്ഞൊരഭിപ്രായമാണ് തറാവീഹ് 8 മതി, അതിലപ്പുറം പാടില്ല എന്ന്. പിന്നെ അവരതിൽ നിന്ന് ഒരുപാട് ഉരുണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തറാവി നിസ്കാരം തന്നെ ഒന്ന് പ്രത്യേകം ഇല്ലെന്നാണ് പിന്നീട് വാദിച്ചത്. അത് റാഫിദത്തിന്റെ വാദമാണെന്ന് ഇമാം സർഖസി കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച കക്ഷികൾ ഇപ്പോൾ 20 കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. കാരണം അതിനൊരു ലെവലില്ല, പുത്തൻവാദത്തിന് ലെവൽ ഉണ്ടാവില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോകുന്നില്ല. അന്വേഷിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ എന്തേ ആ കല്യാണത്തിന് പോകാതിരുന്ന്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നോട് ഒരു വലിയ അക്രമം ചെയ്തു. എന്താണ് ചെയ്ത അക്രമം? അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നു, ഒരു 10-20ഓളം വരുന്ന തെങ്ങിൻ തൈകൾ. അതിൽ നിന്ന് 3-4 തെങ്ങിൻ തൈകൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേച്ച് അദ്ദേഹം അതിന്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു വെറുപ്പ് കൊണ്ടാണ്, രോഷം കൊണ്ടാണ് അദ്ദേഹം മറ്റേയാളുടെ കല്യാണത്തിന് പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തെങ്ങിൻ തൈയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവി. ആ 20 റക്അത്ത് തറാവിയിൽ 12 എണ്ണം വെട്ടി അങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അള്ളാഹുവേ, നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി. എന്തിനാണ് പിടിച്ചു നിർത്തിയത്? ഈ രോഗം ഉമ്മത്തിലേക്ക് പകരരുത്.